ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നോക്കാൻ പോണത് ഈ ഒരു ഡ്രസ്സിൻ്റെ ട്യൂട്ടോറിയലാണ് കേട്ടോ. മുന്നേ ഞാനത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം ഇതിൻ്റെ നെക്ക് പാറ്റേൺ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സ്ലീവ് ആണ് കേട്ടോ നോക്കുന്നത്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബലൂൺ ഫിറ്റ് സ്ലീവ് ആണ് കേട്ടോ ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കട്ടിങ്ങിലേക്കും സ്റ്റിച്ചിങ്ങിലേക്കും കിടക്കാം. ഞാനിപ്പം സ്ലീവിന് വേണ്ടിയുള്ള തുണിയാണ് കേട്ടോ ഈ വെച്ചിരിക്കുന്നത്. 2 പീസ് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ടോപ്പിനുള്ളത് ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ ബാക്കി പീസിൽ നിന്നാണ് ഇപ്പം ഞാൻ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി തുണി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുകൾ ഭാഗത്ത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് താഴേക്ക് അവിടെ നിന്ന് കറക്റ്റ് എനിക്ക് 17 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. ആ ഒരു 17 ഇഞ്ച് അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കി 18.5 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ താഴേക്ക് മൊത്തം ഇറക്കം എടുക്കുന്നത്. ആ ഒരു 18.5 ഇഞ്ചിൽ ഞാൻ ഇതുപോലെയൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുവാണേ. ഇനി നമുക്ക് താഴ്ഭാഗത്ത് എത്ര വണ്ണം വേണമെന്നുള്ളത് മാർക്ക് ചെയ്യാം. ഞാനൊരു 12 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഒരു 12 ഇഞ്ചിൽ നമുക്ക് കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പം ഒരു 12 ഇഞ്ചിലേക്കാണ് താഴ്ഭാഗത്ത് മാർക്ക് ചെയ്തത്. ഇനി മുകളിൽ നിന്ന് താഴേക്കൊരു 2.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഇറക്കി മാർക്ക് ചെയ്തു. പിന്നെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ പകുതിയായിട്ട് വരണം 9 ഇഞ്ചസ്. എൻ്റെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 വരുന്ന 9 ഇഞ്ചസ് അത് അവിടെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്തു കേട്ടോ. ആ മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റിൽ നിന്ന് ആ ടോപ്പിലെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലേ അവിടേക്ക് ഇതുപോലെ ഒരു സ്ലോപ്പും കൂടെ വരച്ച് കൊടുക്കുവാണേ. ഇനി ഇപ്പം നമ്മൾ ആ വരച്ച് നിർത്തിയെടുത്തുനിന്ന് ഒരു 1 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഇടുന്നത് കേട്ടോ. അതവിടെ ഞാൻ ചെരിച്ച് വരയ്ക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് അവിടെ വരച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ സ്ലോപ്പ് വരച്ചല്ലോ, ഈ സ്ലോപ്പിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിച്ച് അവിടെ നമുക്ക് ആ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കണം സ്ലീവിൻ്റെ. അപ്പം ഞാൻ കറക്റ്റ് സെൻറ്റർ ഒന്ന് ആദ്യം ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ആ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും ഇതുപോലെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്തു കേട്ടോ. ഒന്ന് മുകളിൽ കൂടെയും ഒന്ന് താഴെ കൂടി ആയിട്ടാണ് ഷേപ്പ് വരയ്ക്കണത്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഇതിനനുസരിച്ച് കിട്ടും കേട്ടോ. നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് വെട്ടിയെടുക്കാൻ കിട്ടും. ഇനി ആ മുകളിലത്തെ പോയിന്റിൽ നിന്ന് താഴെ നമ്മൾ ആ 12 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ പോയിന്റിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സ്ലീവിൻ്റെ കട്ടിങ് പരിപാടി ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആ ഷേപ്പ് വരയ്ക്കുന്നിടത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ 2 പീസ് സ്ലീവ് നമുക്കിപ്പം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലെങ്ങനെ പ്ലീറ്റ്സ് ആക്കിയിട്ട് അതിനകത്ത് പിക്ചറിൽ കണ്ട മാതിരി സെറ്റാക്കി എടുക്കാൻ നോക്കാം. ഇതിന് നമ്മൾ മെഷീനിൽ നമ്മൾ സാധാരണ അടിക്കുമ്പം ഒരു നിശ്ചിത ലെങ്ത്തിനനുസരിച്ചല്ലേ നമ്മുടെ സ്റ്റിച്ച് പോണത്. അത് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം. മെഷീനിൽ അതിനുള്ളൊരു സൗകര്യമുണ്ട്. അത് കുറച്ച് കൂട്ടിയിട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, താഴത്തെ പോർഷൻ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് അത്രയും അകത്തി ഇടുമ്പോഴാണ് സ്റ്റിച്ചിൻ്റെ അകലം അത്ര അകത്തി ഇടുമ്പോഴാണ് നമുക്കിത് വലിച്ചെടുക്കാൻ പറ്റുന്നത്. ഞാൻ പ്ലീറ്റ്സ് കൊടുക്കുകയല്ല, ഇങ്ങനെ ചുരുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നൂലും കൂടെ എക്സ്ട്രാ ഇതുപോലെ പുറത്തേക്ക് ഇട്ടിട്ട് വേണം കട്ട് ചെയ്ത് കളയാനായിട്ട്. ഇനി അതിലൊരു നൂല് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്കിതുപോലെ പ്ലീറ്റ്സ് കിട്ടും കേട്ടോ. നമ്മുടെ പാകത്തിനനുസരിച്ച് ഇതുപോലെ വലിച്ചാക്കുവാണ് വേണ്ടത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു സ്റ്റിച്ചിൻ്റെ അകലം അഡ്ജസ്റ്റ് ചെയ്യേണ്ടടുത്ത് അത് ചെയ്തിട്ടേ അടിക്കാവുള്ളൂ കേട്ടോ. നോർമൽ ഇതിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഈസി ആയിട്ടത് ഇങ്ങനെ വലിഞ്ഞ് കിട്ടത്തില്ല. ഇതിപ്പോൾ സ്റ്റിച്ചസ് കുറച്ച് അകലത്തിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വലിച്ചിട്ട് കിട്ടുന്നത്. അപ്പോൾ 2 ഭാഗത്തുനിന്നും ഇതുപോലെ വലിച്ചൊന്ന് ചുരുക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പം ഏകദേശം 2 ഭാഗത്തുനിന്നും വലിച്ചൊന്ന് ചുരുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടോ. നമുക്കിനി താഴേക്കത് വെച്ച് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ അളവെന്ന് പറയണത് എൻ്റെ ഒരു നീളം വന്നിട്ട് 10.5 ഇഞ്ച് നീളത്തിലും പിന്നെ വീതി വന്നിട്ട് ഒരു 3 ഇഞ്ച് വീതിയിലുമാണ് കേട്ടോ ഞാൻ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത്. എനിക്ക് അത്രയും വീതി മതിയായിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് ഇതിപ്പം ഈ ചുരുക്കി എടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു പീസിൻ്റെ നീളത്തിനല്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കുകൾ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ഈ ഒരു പീസിൻ്റെ നീളത്തിലേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുവാണേ. ഇപ്പോൾ എനിക്ക് രണ്ടും ഒരുപോലെ നീളത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ സ്ലീവ് ഒന്ന് മറിച്ചിടണം. അതിനുശേഷം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക കേട്ടോ. ചെറിയ വളവോട് കൂടിയായിരിക്കും ആദ്യം ഇരിക്കുക. അപ്പം ഇങ്ങനെ വലിച്ച് പിടിച്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വെക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു പീസ് എടുത്ത് ഇതുപോലെ വെക്കുക. നല്ല വശം ഏത് വശത്തേക്കാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ വെച്ച് അതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ ഒരു അടിപ്പ് കൊടുക്കുക കേട്ടോ. കുറച്ച് കയറ്റി അടിക്കാം, കാരണം നമ്മൾ മറ്റേതിൻ്റെ അടിച്ചത് മറഞ്ഞു പോകുന്ന രീതിയിൽ, അത് കവറായി പോകുന്ന രീതിയിൽ അടിക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിടുവാണ്. എന്നിട്ട് ആ ഒരു പീസ് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഇവിടെയും ആ മുന്നേ അടിച്ച അടിപ്പ് കാണരുത്, അത് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 2ആയിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ആ ഒരു എഡ്ജ് കൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ.
അത്ര ഉള്ള പരിപാടി. നമ്മുടെ സ്ലീവ് ഫുൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ മുന്നേ അടിച്ച സ്റ്റിച്ച് കവറായി പോകുന്ന തരത്തിൽ അടിക്കാൻ നോക്കണം. അപ്പോഴാണ് അത് വൃത്തികേടില്ലാണ്ട് കിട്ടുക. എനിക്കിപ്പം അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ കുറച്ച് ടഫാന്ന് തോന്നിയാലും ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്ലീവ് പാറ്റേൺ ആണ് കേട്ടോ. എന്നിട്ട് 2 സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി നേരെ നമ്മുടെ ഡ്രസ്സിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാനേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ആ ഒരു നെക്ക് പാറ്റേണിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ സ്ക്രീനിലെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലുണ്ട്, അത് ജസ്റ്റ് അത് നോക്കിയാൽ മതി. സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു നെക്കും ചെയ്തിരിക്കുന്നത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.